പശ്ചിമ ബംഗാൾ നടിയോട് മോശമായി പെരുമാറിയെന്ന കേസിൽ മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടി സംവിധായകൻ രഞ്ജിത്ത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി ചർച്ച നടത്തി. പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ആരോപണങ്ങളിൽ സംവിധായകൻ രഞ്ജിത്തിനോട് വിശദീകരണം തേടിയതായി ഫെഫ്ക അറിയിച്ചു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ആദ്യം ഈ വിഷയത്തിൽ രഞ്ജിത്തിന്റെ നീക്കങ്ങൾ എന്താണ്? അനുജ, സ്വാഭാവികമായും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യം തേടുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി. 354 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അത് ജാമ്യമില്ലാ വകുപ്പാണ്. അതിനാൽ സ്റ്റേഷൻ ബെയില് കിട്ടില്ല. അപ്പോൾ കോടതിയെ സമീപിക്കുക, മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിലേക്ക് പോവുക എന്നത് തന്നെയായിരിക്കും നീക്കം. ഇപ്പോൾ നിലവിൽ അഭിഭാഷകനുമായി സംസാരിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി തന്നെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മാനനഷ്ട കേസ് അദ്ദേഹം ഫയൽ ചെയ്യും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ക്രിമിനൽ മാനനഷ്ടമായിരിക്കും ഫയൽ ചെയ്യാൻ സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഫെഫ്കയുടെ വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സംവിധായകൻ രഞ്ജിത്തിനോട് തങ്ങൾ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാണ് ഫെഫ്ക വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ്റെതാണ്. അത് മിനു മുനീറിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ 24നോട് അദ്ദേഹം നൽകിയിട്ടുള്ളത്. മിനു മുനീറുമായി ലൊക്കേഷൻ കാണാൻ പോയെന്ന ആരോപണം തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. ലൊക്കേഷൻ കാണിക്കാൻ താൻ സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ പ്രൊഡക്ഷൻ കൺട്രോളറോ ആയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. താൻ ഇടപെട്ട് അവരെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്ന തെറ്റിദ്ധാരണയാണ് ആരോപണത്തിന് കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മിനു മുനീറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരാണെന്നും രാഷ്ട്രീയ തൊഴിൽ മേഖലയിലെ ആളുകൾക്ക് പങ്കുണ്ടെന്നും അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിന്റെ കേസിൽ അത് നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടിയിരിക്കുന്നു രഞ്ജിത്ത്. അതിന് സാധ്യതയുണ്ട് എന്ന നിയമോപദേശം കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ നീക്കം.